ഒന്നോർക്കുക, നിങ്ങൾ ചവിട്ടി മെതിക്കുന്നത് എത്രയോ കുട്ടികളെയാണ്. ഇന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നിങ്ങൾ ചവിട്ടി മെതിക്കുന്നത്. ഇവിടെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ്. എനിക്ക് ഇതുപോലെയുള്ളൊരു മകനോ മകളോ ഉള്ളതിൻ്റെ പേരിലല്ല ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ മാത്രമാണ്. മാജിക് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതുപോലെ കഴിഞ്ഞ 2-3 മാസമായി വലിയ രീതിയിൽ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോപിനാഥ് മുതുകാട്, അല്ലെ? പുള്ളിക്കാരൻ നടത്തുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ആർട്ട് സെന്ററിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരന്റെ സ്ഥാപനത്തിനെ കുറിച്ച് അറിയാലോ. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവ് വളർത്തി കൊണ്ടുവരാൻ ഉതകുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനമാണ് ഇപ്പോൾ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിന്റെയും തുടക്കം അവരുടെ സ്ഥാപനത്തിൽ തന്നെ പഠിച്ചൊരു കുട്ടിയുടെ അമ്മയായിട്ടുള്ള ചിത്ര എന്ന് പറയുന്ന സ്ത്രീ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആ സ്ഥാപനത്തിൽ നടന്ന അനാസ്ഥ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, പോസ്റ്റായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും വലിയ രീതിയിൽ കോൺട്രവേഴ്സിയായി മാറുകയും ചെയ്തു. അതുവരെ ഗോപിനാഥ് നല്ലൊരു മനുഷ്യനാണെന്ന് കരുതിയ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഇട്ട് കൊടുക്കാൻ ചിത്രയുടെ പോസ്റ്റുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഇന്നലെ സുനിത ദേവദാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു. 1.25 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ആണത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നുണ്ട്. അതിലെ ചുരുക്കം ചില ഭാഗങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. എല്ലാം തുടങ്ങുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരി കൊച്ചി നേവി സ്കൂളിൽ പോയ സമയത്ത് അവിടെ ഒരു പരിപാടിക്ക് വേണ്ടി ഗോപിനാഥ് മുതുകാട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഗോപിനാഥ് മുതുകാടുമായി സംസാരിക്കാൻ പുള്ളിക്കാരിക്ക് അവസരം കിട്ടി. അങ്ങനെ ഗോപിനാഥിന്റെ ക്യാരക്ടർ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുന്നു. പുള്ളിക്കാരിക്കാണെങ്കിൽ ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയുമുണ്ട്. ആ കുട്ടിയാണെങ്കിൽ നല്ലോണം ചിത്രം വരയ്ക്കും. അപ്പൊ പുള്ളിക്കാരി അവിടെ നിന്ന് ഒരു തീരുമാനം എടുക്കാം, ഗോപിനാഥിന്റെ ആർട്ട് സെന്ററിൽ കുഞ്ഞിനെ ചേർത്താമെന്നുള്ളത്. അതാകുമ്പോൾ കുഞ്ഞിന് ചിത്രം വരയിൽ നല്ല രീതിയിൽ ഉയർന്നു വരാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ. അങ്ങനെ 2019 ഒക്ടോബർ 30 ഇവരുടെ 18 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച ആ കുഞ്ഞിനെ ഗോപിനാഥിന്റെ സെന്ററിൽ കൊണ്ടുപോയി ചേർക്കാണ്. പുള്ളിക്കാരി ആ സമയത്ത് ഒരു മാത്സ് ടീച്ചർ ആയിരുന്നു. പക്ഷെ ചേർക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ ഒരു നിബന്ധനയുണ്ട്, ഇവിടെ ചേർത്തുന്ന കുട്ടികളുടെ പാരന്റ്സ് എപ്പോഴും ആ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതോടെ അവരെന്താക്കണം, അതിനുവേണ്ടി അവരുടെ ടീച്ചിങ് പ്രൊഫഷൻ രാജിവെക്കാണ്. അങ്ങനെ ഫുൾ ടൈം തന്നെ കുഞ്ഞിനെയും കൊണ്ട് ഇവരുടെ സ്ഥാപനത്തിൽ പോയിരിക്കുകയാണ്. അങ്ങനെ കൊറോണ വരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ കൊറോണ എത്തിയപ്പോൾ എന്തായി, കുട്ടികളെല്ലാം വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ വന്നു, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഓൺലൈനിലും മറ്റുമൊക്കെ ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്താക്കി, ഇവരുടെ കഴക്കൂട്ടത്തുള്ള വീട്ടിലേക്ക് ഗോപിനാഥും സംഘവും എത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും വേണമെന്നുള്ളത്. അവരതെടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ഇവരുടെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ കഴിവില്ലാത്തൊരു കുഞ്ഞാണ്. സ്ട്രെച്ചറിലാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നതും വരുന്നതുമൊക്കെ. ഒരാൾ എടുത്തിട്ട് വേണം പുറത്തേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ഇവരെന്താക്കി, കുഞ്ഞിന്റെ വീഡിയോസ് ഒക്കെ എടുത്തുപോയി. അങ്ങനെ പിറ്റേ ദിവസം എന്താക്കി, യൂട്യൂബിൽ ഇവർ കുഞ്ഞിന്റെ വീഡിയോ വന്നു. ആ വീഡിയോ കണ്ടപ്പോൾ ചിത്രയും കുടുംബവും ഷോക്കിംഗ് ആയി എന്നുള്ളതാണ്. കാരണം ആ വീഡിയോ വന്ന രീതി എന്ന് പറയുന്നത്, ഈ കുഞ്ഞ് ഭയങ്കര ദാരിദ്ര്യത്തിലാണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്, ഇവരാണ് ഞങ്ങൾ ഏറ്റെടുത്ത് വളർത്തുന്നത് എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ ചിത്രയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. ചിത്രയുടെ ഫാമിലി എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ നല്ല ഫാമിലിയാണ്, അത്യാവശ്യം അവർക്ക് പണമൊക്കെ ഉണ്ട്. പക്ഷെ ആ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് ഇവർ ഫാമിലിയെ റെപ്രസെന്റ് ചെയ്തതോ ദാരിദ്ര്യമുള്ള ഫാമിലി ആണെന്നുള്ള രീതി. സ്വാഭാവികമായിട്ടും ആർക്കാരും ചൊടിക്കൂലേ? അതേമാതിരി ചിത്രക്കും ചൊടിച്ചു. പക്ഷെ ചിത്ര ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളതാണ്. കൊറോണ ആണല്ലോ, പണത്തിന് അത്യാവശ്യമാണല്ലോ, അതിനൊക്കെ വേണ്ടിയാണ് പോലും. അതൊരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമില്ലല്ലോ. എന്നിരുന്നാലും ചിത്രയുടെ കുഞ്ഞിന്റെ ആ വീഡിയോ നല്ല രീതിയിൽ വൈറലായി കേട്ടോ. അത് മാത്രമല്ല മറ്റു പല കുഞ്ഞുങ്ങളുടെയും വീഡിയോസ് ഇതേമാതിരി ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ആയ സമയത്ത് പല പാരന്റ്സിൽ നിന്നും ഇവർക്ക് പ്രതിഷേധങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി, പല വിമർശനങ്ങളും ഇവർക്കെതിരെ വരാൻ തുടങ്ങി. അതോടെ അവർ ആ വീഡിയോസ് എല്ലാം പിൻവലിച്ചു എന്നുള്ളതാണ്. അന്ന് തൊട്ട് ആദ്യമായി ചിത്രയുടെ മനസ്സിൽ മുതുകാടിനെ കുറിച്ച് ഒരു ബാഡ് ഇമേജ് വന്നു തുടങ്ങി എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ഈ സ്ഥാപനത്തിൽ ഓരോ കാര്യങ്ങളും ചിത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിനുശേഷം അധിക കാലമൊന്നും ചിത്രയുടെ കുഞ്ഞ് അവിടെ പഠിച്ചില്ല കേട്ടോ. കൂടിപ്പോയ 3-4 വർഷം അതിനുള്ളിൽ തന്നെ അവരവിടെ നിന്നും വെക്കേറ്റ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. 2023 ജൂലൈയിലാണ് അവർ ആ സ്ഥാപനത്തിൽ നിന്നും വരുന്നത്. അതിനുശേഷം അവർ നേരെ അമേരിക്കയിലേക്ക് പോയി. ഇപ്പൊ അവർ അമേരിക്കയിലാണുള്ളത്. അവരവിടെ ഇപ്പൊ ഭിന്നശേഷിക്കാരുടെ ട്രെയിനറായി വർക്ക് ചെയ്യുന്നുണ്ട്. കുഞ്ഞ് അവിടെയാണ് പഠിക്കുന്നത്. അവരവിടെ പോരുന്നതിനിടയ്ക്ക് വേറെയും പല കാര്യങ്ങളും സംഭവിച്ചു എന്നുള്ളതാണ്. അതിനിടയ്ക്ക് സംഭവിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, മാതൃഭൂമിയിലെ സൺഡേ സപ്ലിമെന്റിൽ ഒരു പങ്ക്തി വന്നു. ഗോപിനാഥ് പണം കൊടുത്ത് എഴുതിപ്പിച്ച ഒരു പങ്ക്തിയായിരുന്നു അത്. അതായത് ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അനാഥരാണ്, അതല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. പല കുട്ടികളുടെയും പാരന്റ്സ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാറേ ഇല്ല. അതിനെല്ലാം നോക്കി കണ്ടും വളർത്തുന്നത് ഗോപിനാഥിന്റെ സ്ഥാപനമാണ് എന്നൊക്കെയുള്ള രീതി. ശരിക്കും അതല്ല സത്യാവസ്ഥ. ഈ ഒരു പങ്ക്തി പല പാരന്റ്സിന്റെയും ഉള്ളിൽ ഗോപിനാഥിനെതിരെ ഒരു വെറുപ്പ് സൃഷ്ടിക്കാൻ കാരണമായി എന്നുള്ളതാണ്. ഇതോടെ ചിത്രയുടെ പ്രതികരണം നല്ല രീതിയിൽ ശക്തമായി ഉയർന്നു വരാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്നിരുന്നാലും പുള്ളിക്കാരുടെ പ്രതികരണം വല്ലാണ്ടങ്ങായതുകൊണ്ട് അതിനൊരു മറുപടി എന്നോണം ഗോപിനാഥ് ഒരു ഇന്റർവ്യൂവിൽ വന്ന് ഇവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ സെന്ററിന് പല സ്ഥലത്തും പ്രോഗ്രാംസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ എന്തോ ഇവർക്ക് രാഷ്ട്രപതിയെ കാണാൻ പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് മകനെ കൊണ്ടുപോകാൻ പറ്റിയില്ല, അതിനെ ദേഷ്യമാണ് ഇവർ തീർക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഗോപിനാഥ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. ഉണ്ടായിരുന്ന ഒരു അമ്മ, അവരുടെ ഒരു മോനുണ്ടായിരുന്നു. ആ മോനെ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യം കാണിച്ചു. പക്ഷേ അത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അവരുടെ പെർമിഷൻ, അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരോട് കൂടി സ്വാഭാവികമായിട്ട് അവർ ഇവിടെ ഒട്ടി നിന്നിരുന്ന ആളാണ്, ഇവിടെ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്.
ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന ഒരാളാണ്. അവർക്ക് അമേരിക്കയിൽ ജോലി കിട്ടി, അവരങ്ങോട്ട് പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തോന്നി. ഇപ്പോൾ മോൻ ഇവിടെയുണ്ട്. അപ്പോൾ ആ മോനെ ഇവിടെയല്ല, നമ്മുടെ സ്ഥാപനത്തിലല്ല, അവർ പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭാഗമായിട്ട് അവർ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു രാഷ്ട്രപതിയുടെ പരിപാടിക്ക് കൊണ്ടുപോകാത്തതിന്റെ ദേഷ്യം തീർക്കാണെന്നുള്ളതാണ് മുതുകാടിന്റെ വാദം. പക്ഷെ അങ്ങനെയൊന്നുമല്ല എന്നുള്ളതാണ് ഇവിടെ ചിത്ര ആണിട്ട് പറയുന്നത്. ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്, ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ച് പറയുന്നത് എന്നുള്ളതാണ് ചിത്രയുടെ വാദം. ഇത് എന്നെ പൂട്ടാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു തൊടിനായി കണ്ടെത്തിയതാണെന്നുള്ള രീതിയിൽ ചിത്ര പറഞ്ഞു വെക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഒറ്റൊരു കാര്യമേ ജനങ്ങളോട് പറയുന്നുള്ളൂ. ഇവിടെ ഞാനൊരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും തെളിവ് വേണം. പക്ഷെ ഗോപിനാഥ് എന്ത് പറഞ്ഞാലും ജനങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കും. അതിലെന്ത് ന്യായമാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു ചോദ്യം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അവിടെ കുട്ടികളുടെ ഉന്നമനം പ്രതീക്ഷിച്ചുകൊണ്ട്, കുട്ടികളുടെ ആർട്സിലുള്ള മികവ് പ്രതീക്ഷിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൽ കൊണ്ടു ചെന്നാക്കുന്ന പാരന്റ്സിനെ വളരെ മോശക്കാരായി ചിത്രീകരിക്കുകയാണ് ഈ സ്ഥാപനം എന്നുള്ളതാണ് ചിത്രയുടെ വാദം. അവരാരും കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല, വളരെ മോശാവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ രീതിയിൽ അവർ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി. ഇതൊരു ഭാഗം. ഇനി രണ്ടാമതൊരു ഭാഗം എന്ന് പറയുന്നത് ഇവരുടെ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഇവർ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് വരെ ആ രീതിയിലാണെന്നുള്ളതാണ്. ഓരോ വർഷവും ഇവർ കുട്ടികളെ സെലക്ട് ചെയ്യല്ലോ. അത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഒഡീഷൻ വെച്ചിട്ടാണ്. റിയാലിറ്റി ഷോയിലൊക്കെ കുട്ടികളെ സെലക്ട് ചെയ്യുന്ന പോലെ ഇവരുടെ സ്ഥാപനം എന്ന് പറയുന്നത് അങ്ങനത്തെ സ്ഥാപനമാണ്. കുട്ടികളുടെ ആർട്സിലുള്ള കഴിവുകളെ വളർത്തി കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ് അല്ലേ? വരയ്ക്കാനുള്ള കഴിവ്, പാടാനുള്ള കഴിവ്, ഡാൻസ് കളിക്കാനുള്ള കഴിവ്, അങ്ങനെ എല്ലാ കഴിവുകളെയും ഉയർത്തി കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം അല്ലേ? അപ്പോൾ പുറമെ നിന്നും ഒരാൾ നോക്കുന്ന സമയത്ത് നല്ല കഴിവുള്ള കുട്ടികൾ ആ സ്ഥാപനത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ആളുകൾക്കൊരു മതിപ്പ് വരല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കിട്ടാൻ വേണ്ടി കഴിവുള്ള കുട്ടികളെ ഇവർ തെരഞ്ഞു പിടിച്ച് സെലക്ട് ചെയ്യുന്നതാണ് ചിത്രയുടെ അടുത്ത വാദം. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ മതി, അവർ സുഖമായിട്ട് പെർഫോം ചെയ്ത് പോയിക്കോളും. ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ട്രെയിനേഴ്സിന് എളുപ്പമായി. അവർക്ക് പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ, അവർക്ക് ഏതെങ്കിലും ആർട്സിനോട് താല്പര്യമുള്ള പക്ഷം ആ കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ആ ആർട്ട് ഫോമിലേക്ക് അവർ ഉയർത്തി കൊണ്ടുവരില്ലേ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ചെയ്യുന്ന നേരെ തിരിച്ചെന്താണ്? ഓൾറെഡി കഴിവ് തെളിയിച്ച കുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടി? സ്ഥാപനം അടിപൊളി സ്ഥാപനമാണെന്ന് പുറത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് ചിത്രയോട് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ തെറാപ്പി നൽകുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ് മാത്രം കൊടുത്താൽ പോരാ. കാരണം അവർ ഭിന്നശേഷിക്കാരാണ്. അവർക്ക് വേണ്ട ചികിത്സകൾ നൽകണം, തെറാപ്പികൾ നൽകണം അല്ലേ? അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന തെറാപ്പി പ്രോപ്പർ അല്ല എന്നുള്ളതാണ് ഇവിടെ ചിത്ര പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗോപിനാഥിന്റെ സ്ഥാപനത്തിന് പല രാജ്യങ്ങളിലും പ്രോഗ്രാംസ് ഉണ്ടാകാറുണ്ട്. അവരവിടേക്ക് കൊണ്ടുപോകുന്നത് ഇവരെ സെലക്ട് ചെയ്ത് വെറും 30 കുട്ടികളെ മാത്രമാണ്. ബാക്കിയുള്ള ഒരു കുട്ടികളെയും ഇവരെ പ്രോഗ്രാമിന് കൊണ്ടുപോകാറില്ല. ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള 30 കുട്ടികളെ മാത്രം. എന്നിട്ട് അവരെ മാത്രം പെർഫോം ചെയ്യിപ്പിച്ച് ക്യാഷ് പിരിപ്പിക്കും. എന്നിട്ട് അവരെ പാരന്റ്സിനെ കൊണ്ട് സ്റ്റേജിൽ കയറി മനഃപൂർവ്വം പറയിപ്പിക്കും പോലും. മുതുകാട് ഞങ്ങളുടെ കണക്കാന്റെ ദൈവമാണ്, ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാറില്ല, മുതുകാടാണ് ചെയ്തു കൊടുക്കാറുള്ളത് എന്നൊക്കെ അത് പറഞ്ഞ് പറയിപ്പിക്കും പോലും. ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഗോപിനാഥിനെതിരെ പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ ചിത്രയുടെ കുഞ്ഞിനെ അവർ പരിപാടിക്കൊന്നും കൊണ്ടുപോകാറില്ല. ഇങ്ങനെ ഗോപിനാഥാണ് ദൈവം എന്ന് പറയാൻ താല്പര്യപ്പെടുന്ന പാരന്റ്സിന്റെ കുട്ടികളെ മാത്രമേ ഇവർ കൊണ്ടുപോകാറുള്ളൂ എന്നുള്ളതാണ് ചിത്ര പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രയുടെ കുഞ്ഞിന്റെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ട വേദികളൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. എങ്കിൽ കൂടിയും അവരവിടെ കാണിച്ച മറ്റൊരു അനാസ്ഥ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ പ്രോഗ്രാമിന്റെ ബ്രോഷറിൽ ചിത്രയുടെ കുഞ്ഞിന്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ. പ്രോഗ്രാമിനൊന്നും കൊണ്ടുപോകാത്ത ഒരു കുഞ്ഞിന്റെ ഫോട്ടോസ് എന്തിനാണ് പ്രോഗ്രാംസിനെ ബ്രോഷറിൽ അടിച്ചു വെക്കുന്നത്? അതും അവരെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല, അതിനടുക്ക് അമേരിക്കയിൽ വെച്ച് തന്നെ മറ്റൊരു സംഭവം നടന്നു. ഇവരുടെ ഏതൊരു പ്രോഗ്രാം ഇവർ അമേരിക്കയിൽ വെച്ച് അവതരിപ്പിച്ച്, ആര് ഗോപിനാഥിന്റെ പ്രോഗ്രാം, അതിൽ പറഞ്ഞ 30 കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അതിൽ മലയാളി അസോസിയേഷനിൽപ്പെട്ട കുറച്ച് ആളുകൾ ചിത്രയെ വിളിച്ചു. എന്നിട്ട് ചിത്രയോട് പറഞ്ഞു, നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് വിളിക്കുന്നത്, നിങ്ങളുടെ മകൻ ഇപ്പോൾ ഗോപിനാഥിന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ചിത്ര പറഞ്ഞു, ഇല്ല, ഞാൻ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോയി എന്നുള്ളത്. അപ്പൊ അവർ പറയാണ്, നിങ്ങളുടെ മകന്റെ പേരിൽ ഇവിടെ പിരിവ് നടത്തിയിട്ടുണ്ട്, നിങ്ങളുടെ മകൻ ഇവിടെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, ഏകദേശം $3000 ആ കുഞ്ഞിന്റെ പേരിൽ സ്പോൺസർഷിപ്പ് ഇവർ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സംഭവം എന്താ? അവിടെ മുമ്പ് രജിസ്റ്റർ ചെയ്തതും മതിയാക്കി പോയ കുട്ടികളുടെ പേരിലും ഒക്കെ ഇപ്പോഴും ഇവർ പിരിവ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ആ ഒരു കാര്യം ചിത്രയുടെ ഇന്റർവ്യൂവിൽ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ കുഞ്ഞുങ്ങൾ സ്റ്റേജിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടാണല്ലോ ഇവർ ഈ സ്ഥാപനത്തിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരുപാട് ലക്ഷങ്ങളും കോടികളും രൂപ അവരത് വെച്ച് പിരിപ്പിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഫണ്ടുകൾ വരെ അവർ അതിൽ നിന്ന് റേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഒരു 2000 രൂപ പോലും ഈ പെർഫോം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവർ കൊടുക്കാറില്ല എന്നുള്ളതാണ്. തുടക്കത്തിലേക്ക് 5000 രൂപ വെച്ച് മാസത്തിൽ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ സ്ഥാപനത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിലോ അവരെ പച്ചക്ക് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യും. അതിനെക്കുറിച്ച് ചിത്ര തന്നെ പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. നമ്മൾ ഒരു പരാതി അല്ലെങ്കിൽ ഒരു ആവശ്യമായിട്ട് പോയി പുള്ളി റൂഡായിട്ട് തന്നെ സംസാരിക്കുക. അത് ഓഫീസിൽ വിളിച്ച് ഇൻസൾട്ട് ചെയ്താണ് വിടുന്നത് പേഴ്സണലി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് പലപ്പോഴും പാരന്റ്സ് പ്രതികരിച്ചിട്ടുണ്ട്. റേഷന്റെ കാര്യത്തിലായാലും അല്ലാതെ ആയാലും പല കാര്യത്തിനും പ്രതികരിച്ചിട്ടുണ്ട്. ചിലപ്പോ ഇപ്പം തമ്മിൽ മത്സരിക്കുന്ന പാരന്റ്സും ഉണ്ട്. എന്റെ മോളെ കൊണ്ടുപോയില്ല,
എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പുള്ളിക്കെതിരായിട്ട് പാരന്റ്സ് എന്തെങ്കിലും സംസാരിച്ച് അടുത്ത ദിവസം മീറ്റിംഗ് ആണ്. മീറ്റിംഗിൽ വന്ന് പുള്ളി കരഞ്ഞ് അഭിനയിച്ച് തകർക്കും. അതോടുകൂടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ ഇത് കളഞ്ഞിട്ട് പോകും. പുള്ളിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഇതാണ്, ഞാൻ കളഞ്ഞിട്ട് പോകും, പിന്നെ നിങ്ങൾ എന്തോ ചെയ്തോ എന്നാണ് പുള്ളി ഭീഷണിപ്പെടുന്നത്. അതായത് പുള്ളി വലിയ കാര്യത്തിൽ ചെയ്യുന്ന, ഒരുപാട് ആത്മാർത്ഥതയോടെ ചെയ്യുന്ന, നിങ്ങളെല്ലാം ഇതിനെ ഇങ്ങനെ കാണുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞ് പുള്ളി കരയും, വളരെ ഭയങ്കരമായിട്ട് കരയും. അത് നമുക്ക് ഒന്നുകിൽ കരയും, ഇല്ലെങ്കിൽ ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കും. 2 തരത്തിലാണ്, എക്സ്ട്രീംസ് ആണ്. അങ്ങനെയാണ് പുള്ളി അതിനെ ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ എന്റെ പോസ്റ്റ് വന്നപ്പോ പാരന്റ്സിനെ വിളിച്ച് കൂട്ടിയിട്ട് എന്റെ പോസ്റ്റിനെതിരായിട്ട് കമന്റ് ഇടണം, ഇല്ലെങ്കിൽ ഞാൻ ഇത് കൂട്ടിക്കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ പോസ്റ്റിന് കമന്റ് ഇട്ടപ്പോ ഓരോ പോസ്റ്റിന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റി, കാരണം ഞാൻ പറയുന്നതൊന്നും കള്ളമല്ല. അപ്പൊ കമന്റ് ഇട്ടപ്പോ പാരന്റ്സിന് തിരിച്ചു പറയാം, കാരണം അതിനുള്ളിലുള്ള ഓരോ വ്യക്തികൾക്കും അറിയാം അതിനകത്ത് എന്താ നടക്കുന്നത്. പേഴ്സണലി അവര് പറയുന്നുണ്ട്, പക്ഷെ നമുക്കത് ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ചിത്രയ്ക്ക് പറയാനുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, പുറമേ ഈ സ്ഥാപനം എല്ലാവരുടെയും മുന്നിൽ നല്ലതാണെങ്കിൽ കൂടി ഉള്ളിൽ ഒരുപാട് അനാസ്ഥകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിത്രയോട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാലും ഈ വീഡിയോ അപ്ലോഡായി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഗോപിനാഥ് മുതുകാട് ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരോപണങ്ങൾക്ക് മറുപടി എന്നും പറഞ്ഞുകൊണ്ട്. 15 മിനിറ്റോളം ഗോപിനാഥ് അതിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ ഗോപിനാഥ് കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഞാൻ മാജിക് അവസാനിപ്പിച്ച് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി ഇനിയുള്ള കാലം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ മറ്റൊരു തരത്തിൽ വളച്ചൊടിക്കരുത്. ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും ഒരു ചെറിയ ഫ്ലാറ്റിലാണ്. എനിക്ക് 4 സ്ഥലമുണ്ട്. അത് ഞാൻ എഴുതി കൊടുത്തത് ഈ സ്ഥാപനത്തിനാണ്. ഇപ്പൊ അവിടെ താമസിക്കുന്നത് ഈ ഭിന്നശേഷിക്കാരുടെ പാരന്റ്സ് ആണ്. അതുപോലെ തന്നെ ഇനിയും എന്റെ സമ്പാദ്യങ്ങൾ ഞാൻ ചെലവഴിക്കാൻ പോകുന്നത് ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. ഇവിടെ വരുന്ന ഓരോ കുട്ടികളുടെയും അഭിരുചി ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, നല്ല ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അത് കഴിഞ്ഞ് അവസാനം പുള്ളിക്കാരൻ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്, അതും കൂടി വേണ്ടി നമുക്ക് അവസാനിപ്പിക്കാം. വെറുതെ അനാവശ്യമായ അപവാദങ്ങൾ ഉന്നയിക്കരുത്. സംശയമുള്ളവർക്ക് ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലേക്ക് വരാം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാം, അനുഭവിക്കാം. അല്ലാതെ ഇവിടെ അഡ്മിഷൻ കിട്ടാത്തവരും പലവിധ സഹായങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ പിണക്കമുള്ളവരും തക്കതായ കാരണങ്ങളുടെ പേരിൽ ഇവിടുത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരും ഒക്കെ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് മാത്രം അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നവർ ഒന്ന് ഓർക്കുക, നിങ്ങൾ ചവിട്ടി മെതിക്കുന്നത് എത്രയോ കുട്ടികളെയാണ്. ഇന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നിങ്ങൾ ചവിട്ടി മെതിക്കുന്നത്. ഇവിടെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ്. എനിക്ക് ഇതുപോലെയുള്ളൊരു മകനോ മകളോ ഉള്ളതിൻ്റെ പേരിലല്ല ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ മാത്രമാണ്. മാജിക് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതുപോലെ ഈ മേഖലയിൽ നിന്നും പിന്മാറിയാൽ നഷ്ടം സംഭവിക്കുക എത്രയോ കുട്ടികൾക്കാണ്. ആണയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇവിടെ എല്ലാം സുതാര്യമാണ്. അത് നേരിട്ടറിയാൻ എല്ലാവർക്കും സ്വാഗതം. ഗേറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ്. സ്നേഹം, നന്ദി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇതാണ് മുതുകാടിന്റെ മറുപടി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ് ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂസിംഗ് ആണ്. ഒരു കൃത്യമായ അഭിപ്രായം പറയുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പൊ കാര്യങ്ങൾ. വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. എങ്കിൽ കൂടി നമുക്കൊരു ന്യായം നിരത്താം, അല്ലേ? പുള്ളിക്കാരൻ വലിയൊരു സ്ഥാപനം നടത്താണ്, ഇത്രയും കുട്ടികൾക്ക് ഒരു അഭയം നൽകാണ്. ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അതിന്റെ ഒരു അംശം പോലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്തിനാണ് ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നത് എന്നൊക്കെ അതൊരിക്കലും ഒരു ന്യായമായി എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ ഇത്ര വലിയ സ്ഥാപനം നടത്തുന്നത് നോക്കി, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നത് കാരണമായി എന്തെങ്കിലും അനാസ്ഥകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാണെങ്കിൽ അതും കൈയും കെട്ടി നോക്കി നിൽക്കണം, അതല്ലെങ്കിൽ അതിനെ കൈയടിച്ച് പാസ്സാക്കണം എന്നുള്ളതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു നിലപാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നല്ലത് ചെയ്താണെങ്കിൽ എന്തും നല്ലത് പറയണം, മോശം ചെയ്താണെങ്കിൽ അതിനെ മോശമാണെന്ന് പറയാനുള്ള ഗഡ്സ് നമുക്ക് വേണം. അപ്പൊ ഈ പറഞ്ഞ ചിത്രയുടെ ആരോപണത്തിൽ എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തൊക്കെയായാലും നല്ല രീതിയിൽ ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് കുട്ടികൾക്ക് അവസരം നൽകാനും ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.